ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോയിലെ പാർട്ട് 4 കേട്ടോ. അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മോന് വയ്യാതായി എന്നും പറഞ്ഞില്ലേ, ഛർദിയൊക്കെ ആയി, വൊമിറ്റിംഗ് ഒക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു. എന്നാലും ഭയങ്കര എനിക്കും സുഖമില്ല കേട്ടോ, ഭയങ്കര ടെൻഷൻ അടിച്ച് ഞാനും പോകുന്നത്. എനിക്ക് ഈ വണ്ടിയിൽ AC തീരെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോഴാണ് കളമശ്ശേരിയിൽ വളരെ പ്രശസ്തമായ ഒരു ഫ്ലാറ്റ് കേട്ടോ, എൻ്റെ സാജർത്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ്. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ എടുത്താണ്. തീരെ വയ്യണ്ടായിട്ടോ, ആകെ വേർത്ത് ആകെ ഇതായി പോയേ. പിന്നെ ആകെ എന്താ ക്ഷീണമെന്ന് പറഞ്ഞാൽ തീരെ പറ്റാതെ. എൻ്റെ മോനും തീരെ സുഖമില്ലാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, വൊമിറ്റ് ചെയ്തിട്ടൊക്കെ ഭയങ്കര ക്ഷീണം കൊണ്ട്. പിന്നെ എയർപോർട്ടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വഴി അങ്ങ് തിരിയുമ്പോൾ ഭയങ്കര നെഞ്ചിൽ ഭയങ്കര ഒരു നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ കൂടുമെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ യാത്ര പോകുന്ന ആളുകൾക്ക് അറിയാമായിരിക്കുമല്ലോ, എയർപോർട്ടിലേക്ക് അടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച്. നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ ഇട്ടേച്ച് പോകുന്നൊരു സമയത്തല്ലേ. അങ്ങനെ ഒന്ന് എന്തായാലും ഒരു ലൈം സോഡ എന്തെങ്കിലും കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഒരു ലൈം സോഡ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവനത് മധുരമുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് വാങ്ങിക്കൊടുത്തിട്ട് അത് കുടിക്കുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പാലുഷല കടുപ്പത്തിലുള്ള ചായ. ഈ ചായക്കടയിലൊക്കെ ചായ കുടിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാനെപ്പോൾ വീട്ടിലുണ്ടായാലും ഇങ്ങനെ ആവില്ല കേട്ടോ. ഞാൻ ഒത്തിരി പൊടിയൊക്കെ ഇട്ടിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ചീത്തയാണ് സനുവേട്ടൻ്റെ ഇതിൽ. എപ്പോഴും വഴക്ക് പറയും കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കുഞ്ഞിന് 2-3 കുപ്പി ജ്യൂസൊക്കെ വാങ്ങി കൈ വെച്ചിട്ടുണ്ടായിരുന്നേ. വണ്ടിയിൽ നിന്ന് കുടിക്കാനല്ല കേട്ടോ, വീട്ടിൽ നിന്ന് ചെന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മോനെ ഞാൻ പിരിയാൻ വേണ്ടിയിട്ട് വളരെയധികം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ ഞാൻ എടുത്തിട്ട് കുറച്ച് നേരമൊക്കെ എനിക്ക് ഒത്തിരി എനിക്കൊന്നും പറയാൻ പറ്റാത്ത അത്ര തരം വേദനയാണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ കുറച്ച് നേരം മടിയിലേക്ക് ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും കുട്ടിക്ക് വോമിറ്റ് ചെയ്തൊക്കെ ചെയ്താലാണ് നല്ല ക്ഷീണമാണ് കേട്ടോ, കാറ്റടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരുവിധമൊക്കെ പറഞ്ഞ് മൈൻഡൊക്കെ മാറ്റിയിട്ട് അവിടെ എത്തിക്കാനുള്ള ഒരു വഴിയാട്ടോ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവനങ്ങ് വിങ്ങി പൊട്ടി കരയുന്ന ഒരു രംഗം എനിക്ക് ഓർക്കാനേ വയ്യ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, വീഡിയോ ഉണ്ട്. പക്ഷെ ഞാനത് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മേലൊക്കെ ഭയങ്കര വേദന, എന്തോ പനിക്കാനുള്ള എന്തോ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ സനുവേട്ട ഒരു ഫാർമസി കയറിയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങി തന്നിട്ട് പാരസെറ്റമോളിൻ്റെ, അതും കഴിച്ചിട്ട് അങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ മോനെ എടുത്തിട്ട് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. പിന്നെ ഞാൻ അധികം കരയൊന്നും ചെയ്തില്ല ആ ഒരു സമയത്ത്. പക്ഷേ പിടിവിട്ട് പോയൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ 2 പേർക്കും പരസ്പരം. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആവുക കാരണം ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം.